ശ്രീ ദേവദാസ്, അതായത് ഹസ്നുൽ ബന്ന സൂചിപ്പിച്ച രണ്ട് മൂന്ന് നിരീക്ഷണങ്ങളുണ്ട്. അതായത് ഇവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പനീർശെൽവത്തിന്റെ പ്രതികരണങ്ങൾ പോലും വരുമ്പോഴും അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. അത് BJP അടക്കം കേന്ദ്ര സർക്കാരൊക്കെ തന്നെ ഇടപെടുന്ന ഒരു രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തിൻ്റെ കൂടി അംശങ്ങളാണോ ഇന്ന് തമിഴ്നാട്ടിൽ ഒരു പക്ഷേ കാണുന്നത്? ആദ്യമൊക്കെ തന്നെ ശശികലയ്ക്ക് പുറകെ പോയ BJP നേതൃത്വം അത് വിട്ട് വളരെ സമർത്ഥമായ തന്നെ നീക്കങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തുന്നു. DMK-യിലൂടെ ഒരു വാതിൽ തുറക്കുന്നു. ഇങ്ങനെ പല ഘടകങ്ങൾ വരുന്നു. ഇത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടി പനീർശെൽവത്തിന് നമ്മൾ ഒരിക്കൽ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നേരെ ചൊവ്വേ മിണ്ടാത്ത പനീർശെൽവം ഇന്നലെ രാത്രിയോടുകൂടി ഇങ്ങനെയൊരു ഊഷ്മാവ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം സാംശീകരിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലെ ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കാം? പ്രജേഷ്, ഇതിപ്പോൾ ഇന്നലെ വ്യക്തമാണ്. ഇത് സ്റ്റേറ്റ് മാനേജറിന് എന്താ പറയുക, ഇന്നലെ രാവിലെയാണ് പാണ്ഡ്യൻ ഇതുവരെ ഇല്ലാത്ത പാണ്ഡ്യൻ പെട്ടെന്ന് പറയുന്നു ഇത് പോയ്സ് ഗാർഡനിന്ന് ആരോ ഉന്തിയിട്ടാണ്, എന്നിട്ട് ബോധം കെട്ടിട്ടാണ് കൊണ്ടുവന്നത്, എന്നിട്ട് മറച്ചു വെക്കാൻ അപ്പോളോ ആസ്പത്രി ചെയ്തതാണ്. അത് രാവിലെ. അപ്പോഴൊന്നും അനങ്ങിയില്ല. രാത്രി ഈ ഇംഗ്ലീഷ് മീഡിയ ചാനൽസ് എല്ലാം 9 മണി തൊട്ട് 10:30 വരെയായിരുന്നു എല്ലാ ചർച്ചകളും. ആ ചർച്ചയുടെ സമയത്ത് തന്നെ ഇന്നലെ എല്ലാം ഈ പാണ്ഡ്യൻ്റെ ചർച്ചയായിരുന്നു. ആ ചർച്ചയുടെ ഇടയിലാണ് ഈ കൃത്യമായിട്ട് പോയി ജയലളിതയുടെ ശവകുടീരത്തിൽ കൃത്യമായി ആ വണ്ടിയിൽ നിന്ന് ജയലളിതനെ ചവിട്ടി പുറത്താക്കിയതിന് സമാനമായ ഒരു സ്റ്റേജ് മാനേജ് സാധനമാണ് അത് ജനങ്ങൾ മറക്കൂല ഇനി ഒരിക്കലും. ഞങ്ങളും ആരും മീഡിയ ഒന്നും മറന്നില്ല. അതുകൊണ്ട് അവിടെ ഇരുന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ ഒരു വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഒറ്റക്കായെങ്കിലും പൊരുതുന്നതിൻ്റെ ഇന്നലെ ഒരു 10 മിനിറ്റ് മുമ്പേ പറഞ്ഞതാണ്. അത് നിങ്ങൾ എത്രയോ നമ്പേഴ്സ് അവിടെ ആയിരിക്കും, അതാണ് യോഗം മാറ്റിവെച്ചത്. എന്താ പറയുക, ബോംബ് പൊട്ടിച്ചു, ജുഡീഷ്യൽ അന്വേഷണം. ഇനി എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ നമ്പറുള്ള MLA-മാർ ഈസി അല്ല. അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോകണം. ഇനി ബാക്കിൽ ആൾക്കാർ പച്ചച്ചാണം എടുത്തിട്ട് എറിയും. അത് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഇനി ഞാൻ ശശികലനെ ഓപ്പൺ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഒരാളും പറയില്ല. എന്താ പറയുക, ആ മരണത്തിനെ പറ്റി സത്യാവസ്ഥ തെളിയുന്നവരെ, ഇനി കേസല്ല, അടുത്ത ആഴ്ചത്തെ കേസ് പോയി, ഈ സത്യാവസ്ഥ തെളിയുന്നവരെ ശശികലനെ തീർച്ചയായും സമ്മർദ്ദത്തിലേക്ക് ശശികല പോകുന്നു എന്ന വിശദാംശങ്ങൾ തന്നെയാണ് ശ്രീ ദേവദാസ് ലഭിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതായത് ഇന്ന് പോയസ് ഗാർഡനിൽ ചേരാൻ തീരുമാനിച്ച MLA-മാരുടെ യോഗം അനന്തമായി നീളുന്നു. എപ്പോഴെന്ന് സമയം നിശ്ചയിച്ചിട്ടില്ല. അത്തരത്തിൽ സമ്മർദ്ദത്തിലാകുന്നു. നേരത്തെ തുറന്നു പറഞ്ഞ MLA-മാരുടെ പിന്തുണ കിട്ടുമോ എന്ന സംശയം കൂടി വരുന്നു. മനു വിശദാംശങ്ങൾ നൽകും. മനു, ഇത്തരത്തിൽ പനീർശെൽവത്തിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും പോയസ് ഗാർഡനിലെ ആ യോഗം ആരംഭിക്കാൻ എന്തേ ഇത്ര കാലതാമസം? പ്രജീഷ്, രാവിലെ 10 മണിക്ക് ചേരുമെന്നാണ് MLA-മാരുടെ യോഗം ചേരുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് അത് 11 മണിയായി. ഇപ്പോൾ അത് 11:30-ലേക്ക് പോകുന്നു. പക്ഷേ ഇതുവരെ ഒന്നും യോഗം ആരംഭിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പിന്തുണയ്ക്കാനെത്തിയ MLA-മാരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ടാണ് യോഗം നീണ്ടുപോകുന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. പ്രജീഷ്, ഒരു പക്ഷേ ശശികലയുടെ അറസ്റ്റ് വരെ ഉണ്ടാകാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്ര ആത്മവിശ്വാസത്തോടെയാണ് ഇപ്പോൾ പനീർശെൽവം വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. അതായത് വൈകുന്നേരത്തോടെ ശശികല അടഞ്ഞ അധ്യായമാകുമെന്ന് പാണ്ഡ്യൻ പറയുമ്പോൾ അതിനെ വെറുതെ തള്ളിക്കളയാൻ തമിഴകത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല. ജയലളിതയ്ക്ക് പ്രമേഹത്തിനുള്ള തെറ്റായ മരുന്ന് നൽകിയിരുന്നു എന്ന തരത്തിൽ കൃത്യമായ തെളിവുകളോട് കൂടിയാണ് ഈ ആരോപണം വന്നിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടായാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന സൂചനകളും നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്നു. അതേസമയം ശശികലയുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതി ഭരണം തമിഴ്നാട്ടിൽ ഒഴിവാക്കാൻ വേണ്ടി തമ്പിദുരൈ നിർണായകമായ ചർച്ചകളും നീക്കങ്ങളും നടത്തുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് തനിക്ക് കുരുക്കുമുറുകിയതായി ശശികലയ്ക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നു. വേണ്ടത്ര MLA-മാരുടെ പിന്തുണ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. ഇതിനെ തുടർന്നാണ് ഏത് വിധേനയും രാഷ്ട്രപതി ഭരണം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. വലിയ ചാക്കിട്ടുപിടുത്തങ്ങളും അത്തരത്തിലുള്ള ഓഫറുകളും ഒക്കെയാണ് ഇപ്പോൾ MLA-മാരുടെ മുന്നിലേക്ക് എത്തുന്നത്. അതേസമയം BJP-യുടെ സ്റ്റാൻഡ് വ്യക്തമായി വരുന്നു. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന് BJP പറയുമ്പോൾ കൃത്യമായിട്ടും നമുക്ക് വ്യക്തമാണ്. നേരത്തെ പനീർശെൽവം പറഞ്ഞിരുന്നു ജനങ്ങളുടെ പിന്തുണ പൂർണ്ണമായിട്ടും എനിക്കാണ് എന്ന്. അതും BJP-യുടെ പ്രതികരണം കൂടി വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു ഈ പനീർശെൽവത്തിന്റെ ഇന്നത്തെ മാധ്യമ സമ്മേളനത്തിലെ ഇത്ര ആത്മവിശ്വാസത്തിന് പിന്നിലെ കാരണം എന്തെന്ന്, ഒപ്പം തന്നെ ശശികലയുടെ സത്യപ്രതിജ്ഞ എത്രയും വൈകിപ്പിക്കാനാണ് ഗവർണർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഗവർണർ ഏതായാലും ഉടനെ ഒന്നും ചെന്നൈയിലേക്ക് എത്താൻ പോകുന്നില്ല എന്ന തരത്തിലും സൂചനകൾ വരുന്നു. അങ്ങനെ തമിഴക രാഷ്ട്രീയം പൂർണ്ണമായും നമ്മൾ രാവിലെ പറഞ്ഞിരുന്നു ശശികലയ്ക്ക് അനുകൂലമായി 130 MLA-മാർ പിന്തുണ അറിയിച്ചിരുന്നു എന്ന്. എന്നാൽ നിമിഷങ്ങൾക്കകം കാര്യങ്ങൾ മാറി മറിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും കാണാൻ വേണ്ടി കഴിയുന്നത്. അതേസമയം ജയലളിതയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പുറമെ തന്റെ ഇതുവരെ
ഈ ചിന്നമ്മ എന്തു ചെയ്തു എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി സംസ്ഥാന പര്യടനത്തിന് ഒരുങ്ങുകയാണ് പനീർശെൽവം. പനീർശെൽവം സംസ്ഥാന പര്യടനത്തിന് ഒരുങ്ങുമ്പോൾ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ എല്ലായിടത്തും ജനങ്ങളെ കണ്ട് ഇതുവരെ എന്ത് സംഭവിച്ചു, ഈ മന്നാർഗുഡി മാഫിയ എന്തായിരുന്നു, ശശികല ആരായിരുന്നു എന്നുള്ള കാര്യങ്ങൾ, ജയലളിതയുടെ ആഗ്രഹം എന്തായിരുന്നു, എന്തുകൊണ്ടാണ് താൻ ശശികലയെ മുഖ്യമന്ത്രിയാക്കുന്നതിനെ എതിർക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പനീർശെൽവം സംസ്ഥാന പര്യടനത്തിന് കൂടി തയ്യാറെടുക്കുകയാണ്. സ്വാഭാവികമായും ശശികലയ്ക്ക് മുന്നിലാണ് ഇപ്പോൾ പന്ത് പനീർശെൽവത്തിന്റെ കോർട്ടിലേക്ക് വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശശികലയ്ക്ക് മുന്നിൽ കുരുക്ക് മുറുകി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടി തമിഴക രാഷ്ട്രീയം എത്തുന്നു. അതേസമയം DMK നേതാവ് സ്റ്റാലിൻ മറുവശത്ത് രാജ്നാഥ് സിംഗിനെയും രാഷ്ട്രപതിയെയും കാണാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ സജീവമായ രാഷ്ട്രീയ നീക്കങ്ങൾ. പ്രജീഷ്, സജീവമായ ഏറെ കൗതുകമുണർത്തുന്ന നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ റെജി ലൂക്കോസ്, അതായത് നമ്മൾ കാണേണ്ട ചില വസ്തുതകളുണ്ട്. തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ നേതാവ് അല്ലെങ്കിൽ ദന്തഗോപുരങ്ങളിലൊക്കെ തന്നെ ഇരുന്നിട്ടുള്ള വലിയ നേതാക്കന്മാരെയൊക്കെ തന്നെ ഒരു സുപ്രഭാതത്തിൽ വൈര്യനിരാധന ബുദ്ധിയോടുകൂടി ഇടപെടുകയും ജയിലിലടയ്ക്കുകയും ഒക്കെ ചെയ്ത സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ പനീർശെൽവം, പാണ്ഡ്യൻ അടക്കമുള്ളവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് വൈകിട്ടോടുകൂടി ശശികല ഒരു അടഞ്ഞ അധ്യായമായി മാറുമെന്ന് ജനപക്ഷത്ത് വന്ന് പറയുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അവർ ആലോചിച്ച് ഉറപ്പിച്ചിരിക്കില്ലേ? പ്രത്യേകിച്ച് കേസിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ കൂടി തുറന്നു വരുമ്പോൾ ഇപ്പോൾ പോയസ് ഗാർഡനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് ഏറ്റവും പുതുതായി വരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് വരുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് പോയ ശേഷം റെജിയിലേക്ക് ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പോയസ് ഗാർഡൻ. എല്ലാ കണ്ണുകളും പോയസ് ഗാർഡനിലേക്കും തമിഴക രാഷ്ട്രീയത്തിലേക്കും പോകുന്നു. മാധ്യമപ്രവർത്തകരുടെ വൻ പടയാണ് തമിഴ്നാട്ടിൽ പോയസ് ഗാർഡനിലും പനീർശെൽവത്തിൻ്റെ വസതിയിലടക്കം ഉള്ളത്. ഓരോ നിമിഷങ്ങളും നിർണായകം തന്നെയാണ് തമിഴ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിർണായകമായ മുഹൂർത്തങ്ങൾ കടന്നു പോകുന്നു. റെജി, ഞാൻ ചോദിച്ച ആ ചോദ്യം കാരണം ഇതിലൊരു ഒട്ടേറെ അടിയൊഴുക്കുകൾ ഉണ്ടായിരുന്നു. ആ അടിയൊഴുക്കുകളെ കരുതലോടെ ഉപയോഗിക്കുകയായിരുന്നു പനീർശെൽവം. അതിനൊരു പക്ഷേ ഒരു സപ്പോർട്ട് അണിയറയിൽ നിന്നുണ്ടാവുകയും ചെയ്യുന്നു. എങ്ങനെ കാണുന്നു താങ്കൾ? അല്ല, തീർച്ചയായിട്ടും പ്രജീഷിന്റെ നിരീക്ഷണം വളരെ കൃത്യമാണ്. അതായത് നമ്മൾ ഈ ചർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ തന്നെ പറഞ്ഞു, അതായത് ഈ ശശികല എന്ന് പറയുന്ന ജയലളിതയുടെ വേലക്കാരത്തി അവിടെ ഇന്നലെയും ഇന്നുമായിട്ട് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇറങ്ങാനുള്ള നാടകങ്ങൾ ദയനീയമായി പൊളിയുന്നൊരു സീനാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ള PH പാണ്ഡ്യൻ എന്ന് പറയുന്ന AIADMKയുടെ തന്നെ മുൻ സ്പീക്കർ, അദ്ദേഹം വളരെ കരുത്തനായ ഒരു സ്പീക്കറായിരുന്നു. അദ്ദേഹമാണ് ഞാൻ ആ പത്രത്തിന്റെ മാസികയുടെ പേര് മറന്നുപോയി, നിയമസഭാ സമ്മേളനത്തിന്റെ റിപ്പോർട്ടിങ്ങിൽ പെശക് വന്നെന്ന് പറഞ്ഞു 3 മാസക്കാലം ആ പത്രത്തിന്റെ പത്രാധിപരെ ജയിലിലടച്ച ചങ്കൂറ്റുള്ള ഒരു സ്പീക്കറായിരുന്നു പാണ്ഡ്യൻ. ഇന്നലത്തെ പത്രസമ്മേളനത്തിലൂടെയാണ് തമിഴക രാഷ്ട്രീയത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടായത്. അതിലൂടെ തന്നെ തമിഴ്നാട്ടിൽ ഒരു പുത്തൻ താരോദയം ഉണ്ടായിരിക്കുന്നു. നിശബ്ദ ജീവി എന്നറിയപ്പെട്ടിരുന്ന ഒരു ദാസിന്റെ വീക്ഷണത്തോടുകൂടി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പന്നീർശെൽവം എന്ന പുത്തൻ താരോദയം. ഈ പന്നീർശെൽവത്തിന്റെ ഇപ്പോഴത്തെ നടപടികൾ കാവ്യനീതിയാണ്. അതിന്റെ കാരണം ഈ ശശികല ഇപ്പോൾ താമസിക്കുന്ന പേയസ് ഗാർഡൻ, ശശികലയ്ക്ക് താമസിക്കാൻ എന്താണ് അവകാശം? അത് ശശികലയുടെ അല്ല, ശശികല അവിടുത്തെ തൂപ്പുകാരുത്തിയായിരുന്നു. ആദ്യം പന്നീർശെൽവം ചെയ്യേണ്ടത് ശശികലയെ അവിടുന്ന് അടിച്ചിറക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കറുത്ത അധ്യായങ്ങൾ രചിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഭയന്ന 24 മണിക്കൂറാണ് തമിഴ്നാട്ടിൽ കടന്നുപോയത്. പക്ഷേ ഇതാ കരുത്തമായ രീതിയിൽ ആ നാട്ടിലെ ജനാധിപത്യം തിരിച്ചു വന്നിരിക്കുന്നു. പന്നീർശെൽവം എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം ആ നാട്ടിലെ ജനങ്ങളോടും ഇന്ത്യയുടെ ജനങ്ങളോടും ജനതയോടും സംബോധന ചെയ്യുന്നത് എന്താണ്? താൻ ആ പാർട്ടിയിൽ ഈ നിമിഷം വരെ ഒരു ഭിന്നിപ്പിലോ ഒരു തരത്തിലുള്ള പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളോ താൻ ചെയ്തിട്ടില്ല. കൃത്യമായ രീതിയിൽ തന്നെയാണ് താൻ ആ പാർട്ടി പ്രവർത്തകരായി പ്രവർത്തിച്ചത്. തന്നെയുമല്ല, ആ മനുഷ്യൻ ഏതാണ്ട് 11 വർഷക്കാലത്തോളം തമിഴ്നാടിന്റെ ധനകാര്യമന്ത്രിയായിരുന്നു. നല്ലൊരു ധനകാര്യമന്ത്രി അദ്ദേഹം പേരെടുത്തിട്ടുണ്ട്. ഇനി കേരളവുമായിട്ട് കമ്പയർ ചെയ്താൽ നമുക്കറിയാം, മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് കത്തിയപ്പോൾ കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ മലയാളികളുടെ കൃഷിയിടങ്ങളെല്ലാം അവർ തീയിട്ട് നശിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലമായ പെരിയകുളത്തെ ഒരു സന്ദർശനത്തിനിടയിൽ അദ്ദേഹം ഗൂഡലൂർ എന്ന് പറയുന്ന തമിഴ്നാടിന്റെയും കുമളിയുടെയും അതിർത്തി പ്രദേശത്ത് വന്ന് അവിടുത്തെ കലാപകാരികളെടുത്ത് ഇറങ്ങി ഇത്തരം കാര്യങ്ങൾ ചെയ്യരുതെന്ന് ആഹ്വാനം ചെയ്ത വളരെ മാന്യനായ ഒരു മനുഷ്യനാണ് ഈ പന്നീർശെൽവം. അപ്പൊ മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും പക്വതയോടുള്ള നിലപാടെടുത്ത പന്നീർശെൽവം ഇന്ന് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രതീക്ഷയെ മാറിയിരിക്കുന്നു. ശശികലയെ സംബന്ധിച്ചോളം ശശികലയുടെ മുമ്പിൽ അവിടുത്തെ ഏതാനും ചില MLA-മാർ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ 1-2 മണിക്കൂറിനിടയിലുള്ള സാമ്പത്തികമായിട്ടുള്ള വാഗ്ദാനങ്ങളാണ്. പണത്തിന്റെ മുമ്പിൽ തലകറങ്ങിയിരിക്കുന്ന ഒരു MLA-മാരല്ല. അതുകൊണ്ട് നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ പറയുന്ന ശശികലയുടെ മുമ്പിൽ മറ്റ് MLA-മാർ വരാനുള്ള സാധ്യതകൾ കുറവാണ്. 130 MLA-മാർ തന്നെ പിന്തുണയ്ക്കും
എന്ന് ശശികല പറഞ്ഞത് പച്ചക്കള്ളമാണ്. യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാതെ ഒരു ജനതയുടെ മുമ്പിൽ ഒരു വില്ലൻ പരിവേഷത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ജൽപ്പനങ്ങളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. തമിഴ്നാട് ജനതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ എപ്പോഴും അംഗീകരിച്ചിരിക്കുന്നത് അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അധികായരായ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഇനി മറ്റൊരു ചരിത്രത്തിന്റെ തിരിച്ചടി ശശികല ഏൽക്കേണ്ടവർ എന്താണെന്നറിയോ? ജയലളിത മുഖ്യമന്ത്രിയായ ഇതിനു മുമ്പത്തെ പ്രാവശ്യം, അതായത് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയായ സമയത്ത് അവര് കരുണാനിധിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അന്ന് അതിനുള്ള ഉപദേശം കൊടുത്തത് ഈ ശശികലയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മുടെ റിപ്പോർട്ട് ഇതുപോലെ തന്നെ ശശികലയെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ജയിലിലേക്ക് അടച്ചാൽ പോലും അതിനകത്ത് യാതൊരു വിഷമം ഉണ്ടാകത്തില്ല. കാരണം 23 ക്രിമിനൽ കേസുകളിൽ, പണാപകരണ കേസുകളിലുള്ള പ്രതിയാണ് ഈ ശശികല. ഈ ശശികലയെ പോലുള്ള ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധമായ സമ്പന്നമായ ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. അതിന്റെ ഭരണ തലപ്പത്തേക്ക് എത്താനുള്ള കുൽസിത പ്രവർത്തനങ്ങളെ ഇതാ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശ്രീകോവിൽ ആ വാതിൽ അവരുടെ മുമ്പിൽ അടച്ചിരിക്കുന്നു. അതാണ് ആർജവത്തോടുകൂടി പാണ്ഡ്യനും ഒപ്പം പനീർശെൽവവും പറയുന്നത്. എന്തും പ്രതീക്ഷിക്കാവുന്ന സാഹചര്യം തമിഴ്നാട്ടിൽ. ഒരുപക്ഷെ ജയിലിൽ അല്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് കൂടി ഈ ദിനത്തിൽ പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ആ ആത്മവിശ്വാസം തന്നെയാണ് പനീർശെൽവത്തിന്റെ മുഖത്തും കണ്ടത്. ഈ മറിഞ്ഞ് തമിഴ് രാഷ്ട്രീയം പോകുമ്പോൾ നാടിന്റെ പ്രതികരണങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി തമിഴ് ജനതയുടെ പ്രതികരണം തേടുകയാണ്. സുനിൽ അരുമാനൂർ. സുനിൽ, തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചലനങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളൊക്കെയും വിലയിരുത്തുന്നത്? എത്രത്തോളം ഈ മേഖലയിലൊക്കെയുള്ള ജനങ്ങൾ ആർക്കു വേണ്ടി വാദിക്കുന്നു? ഭൂരിപക്ഷം 10 പേരെടുത്തെങ്കിലും ചോദിക്കുമ്പോൾ എത്ര പേരാണ് പനീർശെൽവത്തിന് വേണ്ടി പറയുന്നത്, ഒപ്പം ശശികലയെ കാണുന്നത്? പ്രജീഷ്, ഭൂരിപക്ഷം പേരും പനീർശെൽവം മുഖ്യമന്ത്രിയായി തുടരണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. കാരണം പനീർശെൽവം നേരത്തെ അമ്മ പോയ സമയത്ത്, അതായത് ജയലളിത മരിച്ച സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പെട്ടെന്ന് വന്ന ഒരു വ്യക്തിയല്ല പനീർശെൽവം എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ ജയലളിത തുടങ്ങിവെച്ച പല പദ്ധതികളും, ജനകീയ പദ്ധതികൾക്ക് അതിൻ്റെ തുടർച്ച നടപ്പാക്കാനും പനീർശെൽവത്തിന് മാത്രമേ ആവുകയുള്ളൂ. ഇത്രയും നാൾ മാറി നിന്ന ശശികല പെട്ടെന്ന് അധികാരത്തിന് വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് തമിഴ് ജനത പൊതുവെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർ മുഖ്യമന്ത്രിയാകുന്നതിനോട് ഇവർക്ക് യോജിപ്പില്ല. തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ അവരെ നേരിടും എന്നുള്ള പ്രതികരണവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ പ്രതികരണങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ ലഭ്യമായതാണ്. അത്തരം പ്രതികരണങ്ങൾ ഓരോ വിഭാഗത്തിലെ ജനങ്ങളും ഇത്തരത്തിലുള്ളൊരു ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ഒന്നോ രണ്ടോ മീൻസ് നമ്മൾ 10 പേരെടുക്കുകയാണെങ്കിൽ ഒരാളോ 2 പേരോ മാത്രമാണ് ശശികല വന്നോട്ടെ എന്നുള്ള ഒരു അഭിപ്രായം ഉന്നയിക്കുന്നത്. പക്ഷേ ബാക്കി ബഹുഭൂരിപക്ഷം വരുന്നവരും പനീർശെൽവത്തെ തന്നെയാണ് പിന്തുണയ്ക്കുന്നത്. കാരണം രാഷ്ട്രീയ എതിർപാഠവും എല്ലാം ഉള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നാണ്. ശശികല മുഖ്യമന്ത്രിയാകുന്നതിനോടുള്ള എതിർപ്പ് അവർ പറയുന്നത്, ജയലളിത ഉള്ള സമയത്ത് പോലും അവരൊരു പഞ്ചായത്തിൻ്റെ മെമ്പർ സ്ഥാനം പോലും കൊടുക്കാൻ ജയലളിത തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അവർക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിയുക എന്നുള്ളതാണ്. അധികാരം മോഹിച്ച് തന്നെയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പനീർശെൽവത്തെ അതിൻ്റെ ഭാഗമായി തന്നെയാണ് മാറി നിൽക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഏതായാലും അവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കട്ടെ എന്നുള്ള ഒരു അവകാശവാദവും അതുപോലെ തന്നെ അവരുടെ അവകാശവാദത്തെ ഖണ്ഡിച്ചുകൊണ്ടുള്ള വാദങ്ങളുമാണ് ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുള്ളത്. തമിഴ് ജനത മൊത്തത്തിൽ അമ്മയെ തന്നെ സ്നേഹിക്കുന്ന തരത്തിലേക്കും അമ്മ പറഞ്ഞ അനുസരിച്ച് പനീർശെൽവം തന്നെ പോകട്ടെ എന്നുള്ള ഒരു നിലപാടിലേക്ക് തന്നെയാണ് പോകുന്നത്. ചിന്നമ്മയെ അംഗീകരിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മെജോറിറ്റിയുടെ അഭിപ്രായം. സുനിൽ, മടങ്ങിയെത്താം. അവിടെ തുടരുക. ജനങ്ങളുടെ പ്രതികരണം കൂടി നമുക്ക് തേടേണ്ടതുണ്ട്. ശ്രീ ഹസനുൽ ബെന്ന, അതായത് ഇവിടെ സുനിൽ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ പ്രതിനിധിയാണ്, തമിഴ് ജനതയുടെ വികാരമാണ് അവിടെ പ്രകടിപ്പിച്ചത്. ഇത്തരത്തിൽ ജനങ്ങൾക്ക് വലിയൊരു വിഭാഗം എതിർപ്പുണ്ട്. ആ ജനകീയ അടിത്തറ അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരത്തെ അത് മാനിച്ചുകൊണ്ടുള്ള പനീർശെൽവത്തിന്റെ മുന്നോട്ട് പോക്ക്. ഇനി എന്താകും ശശികലയുടെ ഭാവി? പ്രത്യേകിച്ച് നിയമതലത്തിൽ സുപ്രീം കോടതിയിലെ അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ വിധി വരാൻ പോകുന്ന ഒരാഴ്ചയ്ക്കകം. അതുകൂടാതെ ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത അഴിക്കാനുള്ള വാതിൽ തുറന്നിടുന്നു അത് പനീർശെൽവം തന്നെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ജനകീയ അടിത്തറയിൽ നഷ്ടപ്പെടുന്നു, MLA-മാർ ഒപ്പം നിൽക്കുമോ തുടങ്ങി പല ചോദ്യങ്ങളും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ ശശികലയുടെ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? ശശികലയുടെ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നാം ഇന്നലെ രാത്രി 9 മണി മുതൽ സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് ക്രമാനുഗതമായ ഒരു വളർച്ച, പനീർശെൽവത്തിൻ്റെ ഗ്രാഫ് കുത്തിനെ ഉയരുന്നതായിട്ട് കാണാൻ കഴിയും. അതേസമയം ശശികല ഓരോ മണിക്കൂറിലും ശശികല പിറകോട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ താങ്കൾ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, യോഗം മാറ്റിവെച്ച വിവരം സൂചിപ്പിക്കുകയുണ്ടായി.
ഈ അർത്ഥത്തിൽ ശശികല പിറകോട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾ മൊത്തത്തിൽ കാക്ഷിക്കുന്നത് തമിഴ് ജനത മാത്രമല്ല, ഇന്ത്യൻ ജനത എന്ന് തന്നെ പറയാം, ജനാധിപത്യപരമായ ഒരു സംവിധാനത്തെ ഒരു തരം ഗുണ്ട രാജ് കൊണ്ട് അല്ലെങ്കിൽ മസിൽ പവറും മണി പവറും കൊണ്ട് അട്ടിമറിക്കാമെന്ന ഒരു വ്യാമോഹം, ആ വ്യാമോഹത്തെ പരാജയപ്പെടുത്തേണ്ടത് യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായ ആവശ്യമാണ്. അതിന് പിന്നിലുള്ള പലർക്കും രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാകും. സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പ്രക്രിയ എന്നതിൽ ആ രാഷ്ട്രീയ താല്പര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജനങ്ങളുടെ പൾസറിഞ്ഞ് പല നേതാക്കളും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച മൈത്രേയൻ. രാജ്യസഭയിൽ ADMKയുടെ കക്ഷി നേതാവായിരുന്ന, മുതിർന്ന നേതാവായിരുന്ന മൈത്രേയൻ, ജയലളിതക്കും മോദി സർക്കാരിനുമിടയിൽ ഒരു പാലമായി വർത്തിച്ചിരുന്ന ആളാണ് മൈത്രേയൻ. ഈ മൈത്രേയൻ എന്തുകൊണ്ടാണ് പന്നീർശെൽവത്തിൻ്റെ കൂടെ നിന്നതെന്ന് അദ്ദേഹം ഇപ്പോൾ പറയുകയുണ്ടായി. ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജനങ്ങൾ പന്നീർശെൽവത്തോടൊപ്പമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനും പന്നീർശെൽവത്തോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതെന്ന് ഇപ്പോൾ പറഞ്ഞു മൈത്രേയൻ. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ തമ്പിദുരൈ അടക്കമുള്ള ആളുകൾ, രാജ്യസഭയിലെ നിലവിലുള്ള കക്ഷി നേതാവ് അടക്കമുള്ള ആളുകൾ ശശികലയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് വളരെ തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരനായ ഈ മൈത്രേയൻ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഇന്നലെ പാണ്ഡ്യനും മകനും ഈ പറഞ്ഞ രീതിയിൽ ഒരു ആത്മഹത്യക്ക്, രാഷ്ട്രീയപരമായ ആത്മഹത്യക്ക് തയ്യാറാകുകയില്ല. ഇവർ മുൻകൂട്ടി കണ്ടു തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭാവി, തമിഴ് മക്കൾ തീർച്ചയായും ജയലളിതയുടെ പിന്തുടർച്ചക്കാരി എന്ന നിലയിൽ ശശികലയെ അംഗീകരിക്കില്ല, അത്തരമൊരു വൃത്തികെട്ട രാഷ്ട്രീയത്തെ അംഗീകരിക്കില്ല എന്ന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞവരൊക്കെ ഇപ്പോൾ ഇവരോടൊപ്പമുണ്ട്. അതേസമയം മണി പവറിനും മസിൽ ശരി ശരി ഹസ്നുൽ ബന്ന മടങ്ങിയെത്താം. ഇപ്പോൾ കനിമൊഴി സംസാരിക്കുന്നു തത്സമയം പാർലമെന്റിന് മുന്നിൽ. തീർച്ചയായും കനിമൊഴി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. മനു എന്താണ് ഏറ്റവും പുതിയ ചലനങ്ങൾ വരുന്നത്? ഏറ്റവും പുതിയ ചലനങ്ങൾ, അതായത് പ്രമേഹത്തിന് ചികിത്സ നൽകിയ ഡോക്ടർക്കെതിരെ തെളിവുണ്ടെന്നാണ് പാണ്ഡ്യൻ പറഞ്ഞിരിക്കുന്നതെന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ വരുന്നു. എന്താണ് ഏറ്റവും പുതിയ വാർത്ത? തീർച്ചയായിട്ടും പ്രജീഷ്, അതുതന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരിക്കുന്നത്. അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പന്നീർശെൽവത്തോടൊപ്പം പങ്കെടുത്തപ്പോൾ പാണ്ഡ്യൻ പറഞ്ഞിരുന്നു, പ്രമേഹത്തിനുള്ള മരുന്ന് മാറിയാണ് ജയലളിതയ്ക്ക് നൽകിയിരുന്നതെന്ന്. അതിന് വ്യക്തമായ തെളിവുകളുണ്ടെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി സ്വാഭാവികമായും ശശികല ADMK ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. വൻ ജനത്തിരക്കാണ് കാണാൻ കഴിയുന്നത്. തമിഴ്നാട്ടിൽ പോയസ് ഗാർഡന് മുന്നിലേക്കുമൊക്കെ തന്നെ ഓരോ ചലനങ്ങളും MLA-മാരും ജനപ്രതിനിധികൾ, സാധാ അടുത്തിട്ടുള്ള പാർട്ടി പ്രവർത്തകർ അടക്കം ഒത്തുകൂടുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. മനു, തുടരാം. തീർച്ചയായിട്ടും ആ ഡോക്ടർമാർക്കെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്നാണ് ഇപ്പോൾ പാണ്ഡ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായ അന്വേഷണം ഇനി ചികിത്സിച്ച ഡോക്ടർമാരിലേക്ക് നീങ്ങും. അതുവഴി ശശികലയിലേക്ക് എത്താം, മരുന്ന് മാറി നൽകിയ ഡോക്ടർമാരിലേക്കും അതുവഴി ശശികലയിലേക്കും എത്താമെന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പന്നീർശെൽവം ക്യാമ്പ് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ഈ വാർത്താ സമ്മേളനം നടത്തുക വഴി പന്നീർശെൽവം രണ്ട് കാര്യങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ വലിയൊരു ആശയക്കുഴപ്പം ശശികല ക്യാമ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശശികല ഇതാ പുറത്തേക്ക് വരുന്നു. പോയസ് ഗാർഡനിലേക്കാണെന്ന് തോന്നുന്നു. പ്രവർത്തകരുടെ പോയസ് ഗാർഡനിൽ നിന്ന് ADMK ആസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. പ്രവർത്തകരുടെ ഒക്കെ തന്നെ വികാരം കാണാൻ കഴിയും. തത്സമയ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ആർപ്പുവിളിയുമായി മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ സ്വീകരിക്കുകയാണ് ADMK ആസ്ഥാനത്തേക്ക് ശശികലയെ. ചിന്നമ്മ വാഴുക എന്ന മുദ്രാവാക്യം ആർത്ത് വിളിച്ചുകൊണ്ട് പ്രവർത്തകർ, നൂറുകണക്കിന് പ്രവർത്തകർ ശശികലയെ ADMK ആസ്ഥാനത്തേക്ക് ആനയിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പല രാഷ്ട്രീയ നിർണായകമായ ചലനങ്ങൾ പല വഴിക്കുണ്ടാകുമ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ തക്ക ശേഷി ശശികലയ്ക്കുണ്ടോ? തമിഴ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നു. പ്രവർത്തകരും ആ രീതിയിൽ തന്നെ കാര്യങ്ങളെ വിലയിരുത്താൻ പോകുന്നു. മനു, ഒരുപക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരത്തെ പാണ്ഡ്യൻ സൂചിപ്പിച്ചതുപോലെ അടഞ്ഞ ഒരു അധ്യായമായി ശശികല മാറിയേക്കും. ഞാൻ നേരത്തെ അതാണ് ആവർത്തിച്ചത്. തമിഴ് രാഷ്ട്രീയം പരിശോധിച്ചാൽ അതികായന്മാരെ പുലർച്ചെ അല്ലെങ്കിൽ നേരം പുലരുമ്പോൾ ജയിലിലേക്ക് അടച്ച സന്ദർഭങ്ങളും ചരിത്രമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ പാണ്ഡ്യൻ ഇങ്ങനെ കാര്യങ്ങൾ അടിയുറച്ച് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു അന്വേഷണത്തിന് വാതിൽ കൂടി പന്നീർശെൽവം തുറന്നിടുകയും ചെയ്യുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഈ
മരണവുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ ആ രീതിയിലൊരു അന്വേഷണത്തിന് എത്രത്തോളം പ്രാധാന്യം കൈവരുന്നു, എന്ത് പ്രതികരണമാണ് ആ തലത്തിൽ വരുന്നത്? തീർച്ചയായിട്ടും അതിന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം കൈവന്നിരിക്കുന്നത് പ്രജീഷ്. കാരണം എന്തെന്നാൽ അല്പസമയം മുമ്പ് പാണ്ഡ്യൻ ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പ്രമേഹത്തിന് മരുന്ന് മാറിയാണ് ജയലളിതയ്ക്ക് നൽകിയിരുന്നത് എന്ന കാര്യം. അപ്പോൾ ആ ഡോക്ടർമാർക്കെതിരെ തെളിവുകളുമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇനി അന്വേഷണം ആ ഡോക്ടർമാരിലേക്കും ആ ഡോക്ടർമാർ വഴി ശശികലയിലേക്കും എത്തിക്കാനാകുമെന്ന നിർണായക നീക്കത്തിലേക്കാണ് ഇനിയിപ്പോൾ പനീർസെൽവം ക്യാമ്പ് നീങ്ങാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ AIADMKയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഇപ്പോൾ ചിന്നമ്മ എത്തിയിരിക്കുന്നു. ചിന്നമ്മ വാഴുക എന്ന വിളികളോടെ പ്രവർത്തകർ അവരെ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇന്നലെ വൈകുന്നേരം വാർത്താ സമ്മേളനം കഴിഞ്ഞ് പനീർസെൽവം തിരികെ പോകുമ്പോൾ ഇതിന്റെ ഇരട്ടി ജനങ്ങളായിരുന്നു അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയിരുന്നത്. അതായത് ജനങ്ങൾ ഇപ്പോഴും പനീർസെൽവത്തോടൊപ്പമാണെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നമുക്ക് കണക്കിലെടുക്കാം. ഒരുപക്ഷെ ഇന്ന് ആ വാർത്താ സമ്മേളനത്തിൽ ഇത്ര ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക വഴി പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പനീർസെൽവം നേടിയെടുത്തത്. ഒന്ന്, ഈ ശശികലയുടെ ഒപ്പം നിൽക്കുന്നവരിൽ തന്നെ ഒരു ഭീതി സൃഷ്ടിക്കാൻ, അതായത് ജനപിന്തുണ പനീർസെൽവത്തിനാണ് എന്നൊരു ഭീതി അവരിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. മറ്റൊന്ന്, ജനകീയ വികാരം, അതായത് ജയലളിതയുടെ പേരിൽ അന്വേഷണം പ്രഖ്യാപിക്കുക വഴി ശക്തമായ ജനകീയ വികാരം, ഈ ജയലളിതയുടെ മരണശേഷം തമിഴ്നാട്ടിലെ ഓരോരുത്തരും ഉയർന്നിരുന്ന ആ സംശയങ്ങളുടെ ചുവടുപിടിച്ചുള്ള ജനകീയ വികാരം ചിന്നമ്മയ്ക്ക് എതിരാക്കാനും ശശികലയ്ക്ക് എതിരാക്കാനും പനീർസെൽവത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഈ രണ്ട് കാര്യത്തിലും അദ്ദേഹം പൂർണ്ണമായി വിജയം കണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ അതുകൊണ്ട് തന്നെ ആ യോഗം അത്രയും നീളാനും കാരണമായി ഇപ്പോൾ ഒടുവിൽ രാവിലെ 10 മണിക്ക് പറഞ്ഞ യോഗം ഇപ്പോൾ ഏകദേശം 11:45 കൂടി ആരംഭിക്കുന്നു. 130 MLA-മാർ അവരുടെ ഒപ്പം ആ ഹെഡ്ക്വാർട്ടേഴ്സിലുണ്ട്. പക്ഷേ അതിൽ എത്ര പേർ ഇനി അവിടെ ഇപ്പോൾ കാണുന്ന ഈ യോഗത്തോടുകൂടി കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകും? ഈ യോഗത്തോക്ക് കാര്യങ്ങൾ ഒരു പക്ഷേ ഈ യോഗത്തിലൊരു തീരുമാനമുണ്ടായേക്കും. വീണ്ടും നിയമസഭാ കക്ഷി നേതാവായി അവരെ തെരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഏറ്റവും നിർണായകമായി നടക്കുക. കാരണം ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എത്ര MLA-മാർ വീണ്ടും ശശികലയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്ന കാര്യമായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടാൻ പോവുക. കാരണം ഇനിയിപ്പോൾ ഈ ജുഡീഷ്യൽ അന്വേഷണം അടക്കം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിന്റെ പുരോഗതിയിലേക്ക് കാര്യങ്ങൾ നീക്കുമ്പോൾ ജനവികാരം എതിരാകുമെന്ന് കണ്ടാൽ ഈ പറയുന്ന ആൾക്കാർ ആരും ശശികലയ്ക്കൊപ്പം നിൽക്കില്ല. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് മനസ്സിലാക്കണമെങ്കിൽ ജയലളിത എന്ന പേര് ഉയർത്തി കാണിച്ച് തന്നെയായിരിക്കും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. ുള്ള യാത്രയിൽ തന്നെയാണ് പനീർസെൽവവും ജനകീയ വികാരം, ജനങ്ങളോട് താൻ എന്ത് നിലപാട് ഇങ്ങനെ എടുത്തു സ്വീകരിച്ചു അത് ബോധ്യപ്പെടുത്താനുള്ള യാത്രയിലേക്ക് ആയിരിക്കും. സുനിൽ ചേരുന്നു, സുനിൽ. സുനിൽ, ഇങ്ങനെ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യതയിലേക്ക് പനീർസെൽവം പോകുന്നുണ്ടെങ്കിൽ യഥാർത്ഥ പൾസ് പനീർസെൽവം മനസ്സിലാക്കുന്നുണ്ട്. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണോ നാട്ടിലെങ്ങും കാണുന്നു? സുനിൽ, നാട്ടിലെ ഒരു വർത്തമാനം എങ്ങനെയാണ്? നാട്ടുകാരുടെ പ്രതികരണങ്ങൾ ഏത് രീതിയിലാണ് വരുന്നത്? അവിടെയൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വികാരം നല്ല രീതിയിൽ 10 പേരെടുത്താൽ 2 പേർ മാത്രം ശശികലയെ അനുകൂലിക്കുന്നു, ബാക്കി 8 പേരും പനീർസെൽവത്തിന് വേണ്ടി വാദിക്കുന്നു. അങ്ങനെ ഒരു നീക്കം ജനപക്ഷത്തു നിന്നും തനിക്ക് അംഗീകാരമുണ്ട് എന്ന ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഈ പറയുന്ന യാത്രയിലൊക്കെ ശക്തമായ ഒരു പിന്തുണ പനീർസെൽവത്തിന് ലഭിക്കില്ലേ? ആ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളും ജനങ്ങളുടെ പ്രതികരണങ്ങളും ഒക്കെ എങ്ങനെ അവിടെ നിന്ന്? പ്രജിഷ, തമിഴ്നാട് ജനതയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും വൈകാരികമായിട്ട് പ്രതികരിക്കുകയും അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജനങ്ങളാണ്. പ്രത്യേകിച്ച് അവർക്ക് ഏറെ താല്പര്യമുള്ള, അല്ലെങ്കിൽ അവരേറെ സ്നേഹിച്ചിരുന്നത് ജയലളിതയെ തന്നെയാണ്, അമ്മയെ തന്നെയാണ്. അപ്പോൾ അമ്മയുടെ പിൻഗാമിയായി ആര് എന്നുള്ളത് തന്നെ അവർ തന്നെ അത് ഉൾക്കൊണ്ടാൽ മാത്രമേ തീർച്ചയായും ആ സ്ഥാനത്ത് ആര് വന്നാലും അവർക്കത് ഇരിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ചിന്നമ്മയെ ഉൾക്കൊള്ളാൻ ബഹുഭൂരിപക്ഷം ആളുകളും തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരിക. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു രാഷ്ട്രീയ ചേരിതിരിവോ അങ്ങനെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചിന്തിച്ചിട്ടല്ല അവർ പറയുന്നത്. കാരണം അവർക്ക് ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലാണ്. കാരണം പനീർസെൽവം നല്ല രീതിയിൽ ജയലളിതയുടെ ഭരണത്തെ തുടർന്നു കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ചിന്ത അത് തുടർന്ന് തന്നെ അവരത് പ്രകടമാക്കുന്നുണ്ട്. അതായിരിക്കാം ചിലപ്പോൾ പനീർസെൽവത്തിന് ഉറച്ച വിശ്വാസം അത് തന്നെ ഭരണ സാന്നിധ്യം തുടർന്ന് വഹിക്കാനായി സഹായിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്തകൾ വരുന്നത്. മറുഭാഗത്ത് ശശികല പെട്ടെന്ന് തന്നെ ഇതിനകത്തേക്ക് വരികയും, കാരണം ജയലളിത ഭരണത്തിലുള്ളപ്പോൾ പോലും ശശികലയെ ഒരു സ്ഥാനമാനങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് കൊണ്ടുവരികയോ ചെയ്യാത്തൊരു പശ്ചാത്തലമുണ്ട്. പെട്ടെന്ന് ശശികല രംഗപ്രവേശം ചെയ്യുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഇവിടുത്തെ ജനത തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു വിഭാഗം ജനങ്ങൾ അമ്മയുടെ സ്ഥാനത്ത് ചിന്നമ്മ മതി എന്ന് പറയുന്ന ആളുകളും കുറവല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരിക. തീർച്ചയായും സുനിൽ, അവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങൾ ലഭ്യമാകാൻ കഴിയുമോ? അവരുടെയൊക്കെ തന്നെ വികാരം നേരിട്ട് ബോധ്യപ്പെട്ടാൽ അവരിലേക്ക് പോകാൻ കഴിയുമോ?
പ്രതീക്ഷ നമുക്ക് നമ്മുടെ ഈ സംസാരത്തിനിടയിൽ തന്നെ അത്തരം പ്രതികരണത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ തന്നെ അത്തരത്തിലുള്ള ഒരു പ്രതികരണം, കാരണം ജയലളിതയുടെ സ്ഥാനത്ത് ചിന്നമ്മ എന്നുള്ളത് ഒരു തരത്തിൽ കുറച്ച് ആളുകൾ പ്രതികരിക്കുമ്പോൾ മറിച്ച് പനീർസെൽവം മതി എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം നമുക്ക് അത്തരം പ്രതികരണങ്ങൾ നേരത്തെ തന്നെ ഉള്ളത് നമുക്ക് പ്രേക്ഷകരിലേക്ക് കേൾപ്പിക്കുകയാണെങ്കിൽ അത്തരം കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. കാരണം അവർ പറയുന്നത് പനീർസെൽവം ഒരു ഭരണാധികാരിയായി നിലനിന്നപ്പോൾ ജയലളിത എന്താണോ ആഗ്രഹിച്ചത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. മറിച്ച് ഒരാൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും നാൾ അവർ വന്നില്ല, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ഭരണരംഗത്തേക്ക് കടന്നു വരാൻ തയ്യാറാകാതെ ഈ ഒരു സാഹചര്യത്തിൽ കടന്നു വന്നു എന്നുള്ളത് ഒരു ഭാഗത്ത് പറയുന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം പറയുന്നത് ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട ഉയർന്നിട്ടുള്ള ഒരു ദുരൂഹത, ഒരു മുഖ്യമന്ത്രി ആശുപത്രിയിൽ കഴിയുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം, അത് ഒരു തരത്തിലും ഒരു കാര്യവും പുറത്തു പറയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഓരോ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയേണ്ടി വരും. ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇവിടുത്തെ ജനത അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലിലേക്ക് പോകുന്നത്. സുനിൽ, മടങ്ങിയെത്താം. കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. ശ്രീ ദേവദാസ്, ഇനി ഒരു നിയമ അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട് താങ്കൾ, കോടതിയിൽ നിന്ന് അടുത്ത ആഴ്ച വിധി വരാൻ പോകുന്നു. അറ്റോർണി ജനറലിൻ്റെ ഭാഗത്ത് നിന്നും വ്യക്തമായ ഒരു നിയമോപദേശം ഇക്കാര്യത്തിൽ ഗവർണർക്ക് ലഭിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടിയിലേക്ക് ഈ കേസ്, അനധികൃത സ്വത്ത് സമ്പാദന കേസ് ശശികലയ്ക്ക് തിരിച്ചടിയായി മാറുമോ? അതേസമയം തന്നെ രാഷ്ട്രീയമായ തിരിച്ചടി മറുവശത്ത് തമിഴ്നാട്ടിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ രണ്ട് വശങ്ങളും ചിന്തിക്കുമ്പോൾ വലിയൊരു പടുകുഴിയിലേക്ക് ശശികല വീണിരിക്കുന്നു. പനീർശെൽവത്തിന്റെ ഗ്രാഫ് ക്രമാതീതം ഇത് കഴിഞ്ഞ രാത്രി കൊണ്ട് ഉയർന്നിരിക്കുന്നു. ഞാൻ ദേവദാസിലേക്ക്, ശ്രീ ദേവദാസ്, കേട്ട് കാണാൻ പ്രതികരണങ്ങളൊക്കെയും ജനങ്ങളുടെയൊക്കെ തന്നെ ഇത്തരത്തിൽ ഞാൻ ചോദിച്ചതുപോലെ ഇനി അടുത്ത ആഴ്ച നിയമതലത്തിലുള്ള പല വെല്ലുവിളികൾ ഉയരാം. അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ന് അന്വേഷണത്തിന്റെ ഒരു ദിശ കൂടി തുറന്നിടുന്നു. ഒപ്പം രാഷ്ട്രീയമായ വെല്ലുവിളികൾ, പാർട്ടിക്കുള്ളിൽ നിന്നും പനീർശെൽവം ഉയർത്തുന്ന കൊടുങ്കാറ്റും ഒക്കെ ആകുമ്പോൾ ശശികലയ്ക്ക് മുന്നിലുള്ള വഴി ശശികല എന്താ പറയുക, ഈ ചിന്നമ്മ എന്നൊന്നുമല്ല, ഈ പൂതനമ്മയായി മാറുന്ന ഒരു കാഴ്ച ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ചത്തെ സുപ്രീം കോടതി വിധി വന്നാൽ, അതുകൊണ്ടാണ് ശശികല ഈ കോടതി വിധിനെ പേടിച്ചിട്ടാണ് മുഖ്യമന്ത്രി ആവുന്നത്. ആ പരിരക്ഷയും സ്റ്റേറ്റിൻ്റെ പൈസയും ഉപയോഗിച്ച് ഇനി അഥവാ ജയിലിൽ പോയാൽ തന്നെ ജയലളിതനെ പോലെ തന്നെ ഇവൻ്റെ ഭർത്താവിനെയോ അല്ലെങ്കിൽ ഈ സുധാകരനോ അങ്ങനത്തെ കുറേ ബിനാമികളുണ്ട്, കള്ളന്മാർ, വീരപ്പന്മാർ, അവരെ ബിനാമി വെച്ചിട്ട് ഭരണം നടത്താം എന്ന് വിചാരിച്ച ശശികലക്കാണ് അടിയേറ്റത്. പക്ഷെ അതിലും ഉപരിയായിട്ട് ഇന്ന് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് ജനങ്ങളിലേക്കാണ് എത്തുക. അതുകൊണ്ട് ശശികലേനെ ആര് സപ്പോർട്ട് ചെയ്യുന്നോ അവർ ആൻസർ ചെയ്യേണ്ടി വരും അവരവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പക്ഷേ പനീർശെൽവത്തിനും എതിരായിട്ട് വരും. എന്താ പറയുക, പനീർശെൽവം മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ 75 ദിവസം ഈ ഇതിനെ പറ്റിയിട്ട് അന്വേഷണം നടത്തിയില്ല, മരണത്തിനെ പറ്റിയിട്ട് അന്വേഷണം നടത്തിയില്ല? പുഷ്പ ശശികല കോടതിയിൽ പോയതല്ലേ, അവരെ പുറത്താക്കില്ലേ? പക്ഷെ അതിനും പനീർശെൽവം ഇപ്പോൾ ഒരു മാസ്റ്റർ സ്ട്രോക്ക് എടുത്തു. ദീപ എന്ന് പറയുന്ന ജയലളിതയുടെ മകളെ ഞാൻ വേണ്ട, അമ്മയുടെ മരുമോളെ ഞാൻ വേണ്ട വിധം ഒരു സ്ഥാനം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പെണ്ണുങ്ങളെ മുഖം ഇവരാക്കി. അപ്പോൾ ഈ പനീർശെൽവം കൃത്യമായ സ്റ്റെപ്സാണ് എടുക്കുന്നത്. അതാണ് മൈത്രേൻ ഇന്നലെ രാത്രി തന്നെ ആദ്യമായിട്ട് പോയിരുന്നു. അതുകൊണ്ടാണ് ഈ സെൻട്രൽ ഗവൺമെൻറ് ഇതിൽ ഇടപെടുന്നു. ദിവസക്കൂലിക്കാരനായ ദിവസക്കൂലിക്കാരനായി പനീർശെൽവത്തിനെ വെക്കാനും കാരണം BJPയുടെ കള്ളക്കളിയാണ്. അതുകൊണ്ടാണ് ഗവർണർ ഓടിക്കളിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നുണ്ട്, നാളെ ഡൽഹിയിലുണ്ട്, എന്നിട്ട് ഇങ്ങനെ ഓടിക്കളിച്ചിട്ട് മദ്രാസിൽ വരാണ്ട് കുറുക്കനെ പോലെ കളിക്കുക, ഓരിയിട്ടിട്ട് പുറത്തേക്ക് പോവുക. ഗവർണറെ കാണുന്നില്ല. ആ ഗവർണറെ ഇതുപോലെ മാറ്റി നിർത്തിയത്, ദിവസക്കൂലിക്കാരനായ ഗവർണറെ തമിഴ്നാട്ടിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റേറ്റിൽ വെച്ചത് തന്നെ ഈ BJPൻ്റെ കള്ളക്കളിയാണ്. ഗവർണറെ കൊണ്ട് അരുണാചൽ പ്രദേശിലും ഇപ്പോൾ കേരളത്തിലെല്ലാം കളിക്കാനോ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഗവർണറെ കൊണ്ട് എങ്ങനെ ഡെമോക്രാറ്റിക് ഇലക്റ്റഡ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ നോക്കുന്നതിൽ റിസർച്ച് നടത്തുന്നതാണ് BJP. അതിൻ്റെ ഒരു നേർക്കാഴ്ചയും കൂടി ഇതിൽ ചർച്ച ചെയ്യണം. മറ്റൊന്ന് ചർച്ച ചെയ്യേണ്ടത്, ഒരു മുഖ്യമന്ത്രിക്കോ ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാര്യക്കോ കേന്ദ്രമന്ത്രിയായ MP-ക്കോ ഇവിടെ മരണപ്പെടാൻ ഈസിയാണ്. പോലീസ്, ഭരണാധികാരികൾ എല്ലാം കൂടിയിട്ട് ഒത്തിട്ട മാഫിയകളും കൂടി. അതാണ് സുനന്ദ പുഷ്കർ, അതാണ് അഹമ്മദ്, അതാണ് ഈ ജയലളിത, ഇന്ദ്രാണി മുഖർജി എല്ലാം കാണുന്നത്. ഈ നാട്ടിൽ
ആർക്കും രക്ഷയില്ലാത്ത ഒരു മാഫിയകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ പരമായി ചർച്ച ചെയ്യണം. പനീർശെൽവം ഇന്ന് ഈ അധികാരം പോകുമ്പോൾ മാത്രമേ ഒച്ചയാക്കിയിട്ടുള്ളൂ. അതുവരെ ഒരു പാവിയായിട്ട് നിന്നു. ഇന്നലെ തോന്നി ഇനി എൻ്റെ ജീവനും കൂടി അപകടത്തിലാവുമെന്ന് തോന്നിയോണ്ട ഇത് മുൻപേ തന്നെ ശരിയാണ്, വ്യക്തമാണ്. ഞാൻ മടങ്ങിയെത്താം. വളരെ നിർണായകമായ രാഷ്ട്രീയ ചലനങ്ങളിലൂടെ തമിഴകം പോകുന്നു. ഏറ്റവും പുതിയ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പോയസ് ഗാർഡനിൽ നിന്നും ശശികല ഇപ്പോൾ ADMK ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. പ്രവർത്തകരുമായി സംസാരിക്കുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു, മീറ്റിംഗിലേക്ക് കടക്കാൻ പോകുന്നു. അതേസമയം പനീർശെൽവം ആഞ്ഞടിച്ച് മുന്നോട്ട് പോകുന്നു. പാണ്ഡ്യന്റെ വാക്കുകൾ കടമെടുത്താൽ അടഞ്ഞ അധ്യായമായി ശശികല മാറും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കാണാൻ പോകുന്നത് ഓരോ ചലനങ്ങളും